താൽക്കാലികമായി കയ്യിലുള്ള ചിലത് സ്ഥിരമാകുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രവചന ശബ്ദം നിങ്ങളോട് അറിയിക്കുവാൻ, ആവർത്തിച്ചറിയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം. ബേർഷേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. തുരുത്തിയിലെ വെള്ളം, തീർന്നുപോയ വെള്ളം, കയ്യിൽ ഉണ്ടായിരുന്നത്, അർത്ഥം ഇല്ലാതിരുന്നതല്ല, ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് തീർന്നു പോകുന്നത്. അതാണ് പറഞ്ഞത്. താൽക്കാലികമായി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എത്ര ദിവസം കാണുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ജോലിയുണ്ടോ? ഉണ്ട്. എത്ര നാൾ കാണുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലാണ്. ഭർത്താവ് വീട്ടിലുണ്ടോ? ഉണ്ട്. എത്ര ദിവസം കാണുമെന്ന് ചോദിച്ചാൽ അയ്യോ പറയണ്ട, സ്തോത്രം, അതങ്ങനത്തെ ഒരവസ്ഥയിലാണല്ലേ. മക്കൾ കൂടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൂടെ ഉണ്ട്, പക്ഷേ എവിടെ ഉണ്ടെന്ന് ഈ കൂടെ എവിടെയൊക്കെ നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചങ്ങ് പറയുന്നതാണ്. സ്തോത്രം, ആമേൻ. താൽക്കാലികമായാണ് പലതും ഉള്ളത്. താൽക്കാലികമായാണ്. സന്തോഷങ്ങൾ താൽക്കാലികം, കൂട്ടുകെട്ടുകൾ താൽക്കാലികം. സഹായിക്കുവാൻ ഇന്നുള്ളവർ നാളെ കാണുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വിശ്വസ്തരായി ഇന്നുള്ളവർ നാളെ കാണുമെന്നല്ല, നാളെ അവർ ശത്രുക്കളായി മാറുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ താൽക്കാലികമായി പലതും ഉണ്ട്. ഇല്ലാത്തതല്ല അവസ്ഥ, ഉണ്ട്, പലതും ഉണ്ട്. ഒന്നും ഇല്ലാത്തവരൊന്നുമല്ല, പലതും ഉണ്ട്. പക്ഷെ അത് താൽക്കാലികമാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനെ സ്ഥിരമാക്കുവാൻ പോകുന്നു. അപ്പോൾ നോക്കൂ, താൽക്കാലികമായത് മനുഷ്യർ തരുന്നതാണ്. 14-ാം വാക്യത്തിൽ 21-14 കേട്ടോ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയും കൊടുത്ത് അവളെ അയച്ചു. അവളെ പറഞ്ഞു വിട്ടു, പൊയ്ക്കോ, ഇത്രയേ ഉള്ളൂ. അവൻ പലരും ഇങ്ങനെ പലതും തന്ന് നമ്മളെ അങ്ങ് പറഞ്ഞു വിടാറുണ്ട്. നീ വയ്ക്കോ, ഇത്രയേ ഉള്ളൂ, ഇതിലപ്പുറം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ആവശ്യം വലുതാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സഹായിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ചിലരിലേക്ക് കരം നീട്ടി. അവരെ കൊണ്ട് പറ്റുമെന്നുള്ള ഉറപ്പുണ്ട്. അവർ സഹായിക്കേണ്ടതാണ്. കാരണം ഇന്നലകളിൽ നിങ്ങളവരെ സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഹായിക്കണം. പക്ഷേ അവർ നക്കാപ്പിച്ചതൊന്ന് ഒഴിവാക്കുക, അല്ലേ സഹോദര? ഇത് അപ്പോൾ തന്നോന്ന് ചോദിച്ചാൽ തന്നു, തന്നില്ലെന്ന് പറഞ്ഞ് അവരെ ആരും ഒന്നും ചെയ്യത്തോ പറയത്തോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് വല്ലതിനും ആയോ എന്ന് ചോദിച്ചാൽ ഒന്നിനും ആയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കിട്ടിയെന്നൊരു പേര് മാത്രമായി. അങ്ങനെ ലോകം തരുന്നത് അങ്ങനെ തന്നെ. നോക്കൂ, എന്നാൽ അതിന് പകരം ദൈവം ഒന്ന് കൊടുക്കുക. 21-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ദൈവം അവളുടെ കണ്ണു തുറന്നു. അവളൊരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. നോക്കൂ, ലോകം കൊടുത്തത് ഒരൊറ്റ ദിവസം മധ്യാഹ്നം കടക്കുവാൻ അനുവദിച്ചില്ല. ലോകം തരുന്നത് പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പ്രതിസന്ധിയുടെ ഏറ്റവും ഔന്നിത്യത്തിൽ വെച്ച് അതെല്ലാം അങ്ങ് തീർന്നു പോകും. ആമേൻ. മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലാണ്. മരുഭൂമിയിലെ മധ്യാഹ്നം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയമാണ്. കത്തിക്കാളുന്ന സൂര്യൻ, ശരീരത്തിലുള്ള വെള്ളം മൊത്തം ശരീരത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പോൾ വെള്ളം കൂടിയേ പറ്റത്തുള്ളൂ. പക്ഷെ ആ സമയം ഇപ്പം വെള്ളം തീർന്നു. ലോകം തരുന്നത് പലപ്പോഴും ഇങ്ങനെ അത്യാവശ്യം വരുമ്പം കാണത്തില്ല. പലരും പറയും കൂടെ കാണുമെന്ന്, പക്ഷേ നമുക്ക് ആവശ്യമുള്ള സമയം വരുമ്പം കാണത്തില്ല. പലരും പറയും സഹായിക്കാമെന്ന്, പക്ഷേ നമുക്ക് ആവശ്യമുള്ള സമയം വരുമ്പോൾ സഹായിക്കത്തില്ല. പലതും ഇങ്ങനെ പല വാഗ്ദത്തങ്ങൾ ചെയ്യും, വാഗ്ദാനങ്ങൾ തരും, പക്ഷേ അവശ്യ സമയത്ത് കാണത്തില്ല. ഇങ്ങനെ അവശ്യ സമയത്തില്ലാത്തത് കൊണ്ട് തന്നെ പ്രയോജനമില്ലാത്ത അവസ്ഥ, തൽസ്ഥിതി തുടരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വിധത്തിൽ താൽക്കാലികമായി നമുക്ക് തന്നെ സ്വയം അറിയാം ഇതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് ചിന്തിക്കുന്ന ചിലതിനെ ദൈവം സ്ഥിരമാക്കുവാൻ പോകുന്നു. സഹോദരി സഹോദരൻ റെഡിയാണോ? നിൻ്റെ തൊഴിലിനെ കർത്താവ് സ്ഥിരമാക്കുവാൻ പോകുന്നു. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് സ്ഥിര വരുമാനമുള്ള ജോലിക്കാരനായി സഹോദര ആ രാജ്യത്ത് നീ മാറുവാൻ പോകുന്നു. സഹോദരി സ്ഥിര വരുമാനമുള്ള ജോലിക്കാരിയായി നീ മാറുവാൻ പോകുന്നു. മാതാവേ, നിൻ്റെ മക്കൾക്ക് സ്ഥിര വരുമാനമുള്ള വഴികളെ എൻ്റെ കർത്താവ് തുറന്നു നൽകിയ യേശുവിൻ നാമത്തിൽ അവൻ പറയാൻ മാത്രമല്ല സ്ഥിര വരുമാനമുള്ളത് ദൈവം തരും. നോക്കൂ, അവിടെ മധ്യാഹ്നത്തിൽ തീർന്നുപോയ തുരുത്തിയും അപ്പവും ഒരു വശത്തുള്ളപ്പോൾ ദൈവം അവളുടെ കണ്ണു തുറന്നു. അവളൊരു ഉറവ കണ്ടു. ആ ഉറവയിൽ നിന്ന് കോരി കുടിച്ചിട്ട് ഈ മകൻ ജീവിച്ചു. അർത്ഥം മധ്യാഹ്നത്തേക്ക് തികഞ്ഞു. തുടർന്ന് മുൻപോട്ടുള്ളൊരു ജീവിതം വളരെ വിശദമായ ആ ഭാഗത്ത് ചുരുക്കം വാക്കുകളിൽ എഴുത്തുകാരൻ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? അവൻ വളർന്നു.
അർത്ഥാൽ ഒരു മധ്യാഹ്നത്തിൽ തീർന്നുപോയ ആമേൻ നീക്കിയിരിപ്പ് ഒരു വശത്ത്, അല്ലെങ്കിൽ സഹായം ഒരു വശത്ത്, ഇപ്പുറത്ത് ദൈവം കൊടുത്തത് അവനെ മരിപ്പിച്ചില്ല, അല്ലെങ്കിൽ ജീവിപ്പിച്ചു എന്ന് മാത്രമല്ല, അവനെ വളർത്തി. അവൻ വളരുവാനും അവനൊരു വില്ലാളിയായി തീരുവാനും അവൻ അവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനും അത് കാരണമായി തീർന്നു. കേൾക്ക്, ദൈവം തരുന്ന ചിലത് നിന്നെ വളർത്തും. ഷാബാറി ധലമാക്ഷകനെ ലോകം പലപ്പോഴും നിൻ്റെ കയ്യിൽ പലതും തരുന്നത് നീ എവിടെയെങ്കിലും തീരട്ടെ, കണ്ണു മുമ്പേ നിന്ന് പോയി എവിടെയെങ്കിലും തീരട്ടെ എന്ന് പറഞ്ഞ അബ്രഹാം കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു, നീ പൊയ്ക്കോ, എവിടെയെങ്കിലും പൊയ്ക്കോ, എൻ്റെ കണ്ണു മുമ്പേ ഇനി വേണ്ട. ചിലർ അങ്ങനെയുള്ള വാക്കുകൾ കേട്ട് ഭാരത്തോടെ ആയിരിക്കുക. കേൾക്ക്, നീ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നീ നശിച്ചു പോകുമെന്ന് നിന്നെ ഉപേക്ഷിച്ചവർ, നിന്നെ മാറ്റിവിട്ടവർ കരുതുന്ന സ്ഥാനങ്ങളിൽ നീ വളരുവാനും വർദ്ധിക്കുവാനും പോകുക. റെഡിയാണോ? ഷബാറി ദലമാഷകനെ, നിൻ്റെ ലൈഫ് മാറുന്ന ഉറവയെ എൻ്റെ ദൈവം തുറന്നു തരുവാൻ പോകുക. ഷബാറി ദലമാഷകനെ, സ്ഥിരമായ സന്തോഷങ്ങളെ കർത്താവ് നിൻ്റെ ഭവനത്തിനകത്ത് തരിക. സഹോദരി, നിൻ്റെ ഭർത്താവ് ഒന്നിച്ച് പേരിന് ഓർത്തെടുത്ത് പറയുവാൻ കഴിയുന്ന മൊമെൻറ്റ്സ് അല്ല, സ്ഥിരമായ സന്തോഷങ്ങളെ, സ്ഥിരമായ അനുഗ്രഹങ്ങളെ എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തരുവാൻ പോകുക. നീയും നിൻ്റെ ഭർത്താവും ഒരുമിച്ച്, നിൻ്റെ മക്കളും ഒരുമിച്ച്, മാതാവേ പിതാവേ മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്ന അവസ്ഥ നിർത്തി, എന്താണോ മക്കളെന്ന വാക്കുകൊണ്ട് നീ അർത്ഥമാക്കുന്നത് അത് നിൻ്റെ ജീവിതത്തിലുള്ള അനുഭവത്തെ എൻ്റെ ദൈവം നിൻ്റെ തലമുറകളിലൂടെ തരുവാൻ പോകുക. അയ്യോ പാസ്റ്റർ, എൻ്റെ മക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. അതേ, ഓഫ് കോഴ്സ് എനിക്കറിയത്തില്ല, നിങ്ങളുടെ മക്കളെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ മക്കളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ അറിയുന്നത് കൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിൻ്റെ ഉദരത്തിൽ എൻ്റെ ദൈവം നിൻ്റെ തലമുറയെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ആ പൗലോസിനെ കണ്ടപ്പോൾ ദേശം പറഞ്ഞു, ഇവൻ ഇതാ വന്നിരിക്കുന്നു, ഭൂലോകം ഇളകുവാൻ പോകുന്നു, ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ ദേവനാണ്, ഇവൻ ഭയങ്കര സംഭവമാണ്. കാരണം അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഭയങ്കരവും അതിശയകരവുമായാണ് നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ അവൻ്റെ ഒരു സമയമുണ്ട്, അവൻ്റെ അമ്മ അവനെ വിളിച്ചു ശൗലേ ശൗലേ എന്ന് പേർ വിളിച്ച് വളർത്തിയ സമയത്തും വളർന്നതിന് ശേഷവും ആ അമ്മ കരുതി കാണും, ഇത്രയും നാശം പിടിച്ച, ഇത്രയും മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു വൃത്തികെട്ട സന്തതിയാണല്ലോ കർത്താവേ എൻ്റെ ഉദരത്തിൽ നീ തന്നതെന്ന് ചോദിച്ചു കാണും. അവിധത്തിൽ ക്രിസ്ത്യാനികളെ സഭയെ ഉപദ്രവിക്കുവാൻ മുൻപന്തിയിൽ നിന്നവൻ. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം പറയുന്നു, ശൗലേ ശൗലേ, നിന്നെ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഭയങ്കരവും അതിശയകരവുമായി ഞാൻ സൃഷ്ടിച്ചു. ആ ഭയങ്കരത്വവും അതിശയകരത്വവും പൗലോസായി പുറത്തു വരുവാൻ പോകുന്നു. പ്രിയ മാതാവേ, നിന്നെ നോക്കി എൻ്റെ ദൈവത്തിന് പറയുവാനുള്ളത് അത് തന്നെ. നീ കണ്ടു കാണാത്തത്, നീ നോക്കി കാണാത്തത് നിൻ്റെ തലമുറകളിൽ ദിവസങ്ങളിൽ കാണുവാൻ പോകുക. ഭയങ്കരവും അതിശയകരവുമായ എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ നിൻ്റെ ഉദരത്തിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഷബാറി ധലമാഷകനെ, വിശ്വസിക്കുവാൻ തയ്യാറാണോ? താൽക്കാലികമായ ചിലത് എത്ര നാളത്തേക്ക് കാണുമെന്ന് കരുതുന്ന ചിലത് സ്ഥിരമാകുവാൻ പോകുക. ചില ബന്ധങ്ങൾ സ്ഥിരമാകുവാൻ പോകുക. മീൻസ് വിവാഹം നടക്കുവാൻ പോകുന്നു. ഷബാറി ധലമാഷകനെ, സ്ഥിരമായ വാസസ്ഥലം ഒരുങ്ങുവാൻ പോകുക. അർത്ഥം വാടക വീടെന്ന നിരാശ മാറിപ്പോകുവാൻ പോകുന്നു. യെസ്, റാബാഷിഖനെ റാധൂറിയ, കടം വാങ്ങുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുന്നു. അർത്ഥാൽ കൊടുക്കുന്നവനായി മാറുവാൻ പോകുന്നു. വായ്പ വാങ്ങുന്നവനിൽ നിന്ന് കൊടുക്കുന്നവനാക്കി നിന്നെ ദൈവം മാറ്റുവാൻ പോകുന്നു. വളരുവാനും വർദ്ധിച്ചു വരുവാനും നിൻ്റെ പേരുയരുവാനും ഉള്ളത് എൻ്റെ ദൈവം തരുവാൻ പോകുന്നു. താൽക്കാലികമായ ചിലത് നിൻ്റെ ജീവിതത്തിൽ മാറിപ്പോയി സ്ഥിരമായത് എൻ്റെ ദൈവത്താൽ സംഭവിക്കുവാൻ പോകുന്നു. നിസാരമല്ല, എളുപ്പമല്ല. പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ അത് സാധ്യമാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് സ്ഥിരമായ ദൈവിക നന്മകളെ പ്രാപിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം, വിളിച്ചാൽ മതി. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരം പ്രൈസർ ഫാമിലിക്കൊപ്പം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും പ്രാർത്ഥിച്ച് ശക്തിപ്പെടുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന വചന ശുശ്രൂഷ നമ്മൾ ഒരുമിച്ചായിരിക്കും. വൈകുന്നേരം സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും, ഓരോ ദിവസം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമാണ്. ജോയിൻ ചെയ്ത് നോക്കും, ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. വെള്ളി ഞായർ സഭയുടെ മീറ്റിങ്ങുകൾ, വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്ത പക്ഷം സഭ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ അറിയും. ഞായറാഴ്ച രാവിലെ സഭാരാധന എവിടെ വെച്ചെന്നു? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക് ശേഷം കാട്ടാക്കടയ്ക്കും
കൊറ്റമ്പള്ളി കഴിഞ്ഞിട്ട് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് അവിടെ ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ശ്രേഷ്ഠകരമേറിയത് പ്രാപിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കടന്നു വരിക. എന്നാൽ കണ്ണടച്ച യേശുവെ കേൾപ്പിച്ച ദൈവിക ആലോചനകളാൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. താൽക്കാലികമായതെല്ലാം മാറിപ്പോകട്ടെ. സ്ഥിരമായ നന്മകൾ, സ്ഥിരമായ വഴികൾ തുറന്നു വരട്ടെ. സ്ഥിരമായ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ജോലി സ്ഥിരത ഉണ്ടാകട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥിര വരുമാനമുള്ള ജോലികളെ നൽകി മാനിക്കണമേ. ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ. അടിക്കടി ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറി സ്ഥിരമായ ആരോഗ്യമുണ്ടാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. പൈശാചികമായ ചിന്തകളും ബാധിപ്പുകളും വിട്ടുമാറട്ടെ. ഓറി ധലമ ഷേഖനെ എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരോട് അങ്ങ് കൂടിയിരിക്കണമേ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഷാബ റിയ ധൂറിയ ഷബല റദരെ ഷന്താറിന. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കൾ വാങ്ങട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ നൽകണമേ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. യേശുവേ, കടഭാരങ്ങളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾക്ക് ഐക്യതയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.